القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد مركز دائرة الهدى وعلى آله وأصحابه النجباء النخباء لا سيما على سيدنا أبي بكر وعمر وعثمان وعلي الخلفاء وسائر الأولياء والصالحين أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني اللهم صل على رسولك وحبيبك سيدنا محمد النبي الطاهر الزكي وعلى آله وأصحابه وسلم كما تحب وترضى عدد ما تحب وترضى. പ്രിയ സുഹൃത്തുക്കൾ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന രണ്ട് കലിമത്ത് കൂടിയതാണ്. കലിമത്തു തൗഹീദ് എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മാത്രം അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി മാത്രവും അല്ല. വഫ്ദ് അബ്ദുൽ ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദ്യം ചെയ്ത ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതിൽ കാണാം, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അല്ലാഹുവിൽ
അവൻ ഒരുവനാണെന്ന് വിശ്വസിക്കൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹു തആലയും അവന്റെ റസൂലും അറിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അല്ലാഹു വഹ്ദയാണ്, അല്ലാഹു വാഹിദാണ്, അഹദാണ്, ഒരുവനാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണെന്ന് പഠിക്കണമെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന പഠിച്ചെങ്കിൽ മാത്രമേ ശരിയായ അറിവ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കലിമത്തു തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ കലിമത്തിനെ സംബന്ധിച്ച് പഠിക്കുകയും ആ കലിമത്ത് ഉൾക്കൊള്ളുന്ന അർത്ഥം ഗ്രഹിക്കുകയും അതുവഴി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അർഹമായ നിലക്ക് വിശ്വസിക്കുകയും ചെയ്ത് അതുവഴി അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വിശ്വസിക്കാനും കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ആളുകൾ പലരും അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും അള്ളാഹു സർവശക്തനാണെന്ന് പറയുകയും അള്ളാഹു അഖില ലോകത്തിന്റെയും സൃഷ്ടാവാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ മറ്റ് പല വിശേഷണങ്ങളും സമ്മതിക്കുകയും ചെയ്തവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അറിയേണ്ടതുപോലെ അറിയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി അതുവഴി അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കൾ എവിടെയും എടുത്തുദ്ധരിക്കുന്നു, ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ വാസിതത്തുൽ ഉദ്മാ, ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ വസീലത്തു ബൈനനാ വബൈനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്കുള്ള വസീലയാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള വാസിത്തയാണ്, മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറഞ്ഞത് ഫഇന്നഹുൽ വാസിതത്തു അൽ ഉദ്മാ, വലിയ വാസിത്തയാണ്. ആ വാസിത്ത കൂടാതെ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന് ചേരാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സാലിക്കായ, അതിൽ പ്രവേശിക്കുന്ന, അതിൽ കടക്കുന്ന ഏത് വ്യക്തിക്കും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമേ കടക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ. എന്നാൽ കേവലം ഒരു മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ നബി എന്നോ കേവലം ഒരു റസൂൽ എന്നോ മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് ഈ അറിവ് പൂർത്തിയാവുകയില്ല. കാരണം ലഅന്നൽ ഹഖീഖത്തൽ മുഹമ്മദിയ്യത ബഹറുൻ അമീഖുൻ, ഹഖീഖത്ത് മുഹമ്മദിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അത് ബഹറുൻ അമീഖുൻ, വലിയ ആഴമേറിയ ബഹറാകുന്നു, വലിയ ആഴമുള്ള ബഹറാണ്. ആ ബഹറിന്റെ ഉള്ളിലേക്ക് അങ്ങേയറ്റം പൂർണ്ണമായി കടന്നു ചെല്ലാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും ആ ബഹറിൽ നിന്ന് ഓരോ ചെറിയ ഭാഗമെങ്കിലും മുക്കിയെടുത്ത് എന്നിട്ട് വേണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുവാൻ. എങ്ങനെ ഗ്രഹിച്ചുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഗ്രഹിക്കണം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മെ സംബന്ധിച്ച് എത്രമാത്രം റസൂലുള്ളാഹിനെ ഗ്രഹിക്കാൻ കഴിയുമോ ആ നിലക്ക് ഗ്രഹിക്കുകയും, എങ്ങനെ ഗ്രഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് മഹബ്ബത്തുർ റസൂൽ അത് രൂഢമൂലമാവുകയും അത് സ്ഥിരമാവുകയും അത് ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ, എന്റെ മെഹബൂബായ അഷ്റഫുൽ ഖൽഖായ നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സന്താനങ്ങളും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദര സഹോദരികളും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കളും, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബമിത്രാദികളും, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തുകളും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, ചിലവില്ലാതെ കെട്ടിക്കിടക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്ന വ്യാപാര സ്വത്തുക്കളും, വമസാകിനു തർലൗനഹാ, നിങ്ങൾ അങ്ങേയറ്റം പ്രിയം വെക്കുന്ന നിങ്ങളുടെ ഗ്രഹം, നിങ്ങളുടെ വീട്, ഇതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണോ എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായ നിലക്ക് പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു മനുഷ്യന് പ്രകൃതിയായി മാതാപിതാക്കളോട് പ്രിയമുണ്ടാകും, പ്രകൃതിയായി സന്താനങ്ങളോട് പ്രിയമുണ്ടാകും, മേൽ പറയപ്പെട്ട എല്ലാ സാധനങ്ങളോടും മനുഷ്യന് പ്രകൃതിയായിട്ട് പ്രിയമുണ്ടാകും. നീ നിന്റെ പിതാവിനെ പ്രിയം വെക്കണമെന്നോ, നിന്റെ മകനെ പ്രിയം വെക്കണമെന്നോ, നിന്റെ സ്വന്തം വീടിനെ മറ്റുള്ള വീടിനേക്കാൾ പ്രിയം വെക്കണമെന്നോ ഒരാൾ പറഞ്ഞു കൊടുത്ത് പ്രേരിപ്പിക്കേണ്ടതില്ല. പ്രകൃതിയായി അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തിക്ക് ഒരു മകനുണ്ടായപ്പോൾ ആ മകൻ ഒരു പക്ഷേ വിരൂപിയോ ഭംഗിയില്ലാത്തവനോ അംഗവൈകല്യമുള്ളവനോ ആയിപ്പോയി എന്ന് സങ്കല്പിക്കുക. എന്നാലും എൻ്റെ തൊട്ട വീട്ടിലുള്ള കുട്ടി വളരെ ഭംഗിയുള്ള കുട്ടിയാണ്, വളരെ സുന്ദരനാണ് എന്ന് കരുതി ഈ പിതാവ് തൊട്ട വീട്ടിലുള്ള കുട്ടിയെ സ്വന്തം കുട്ടിയേക്കാൾ പ്രിയം വെക്കുകയില്ല, സ്വന്തം കുട്ടിയേക്കാൾ സ്നേഹം വെക്കാറില്ല. കാരണം പ്രകൃതിപരമായി സ്വന്തം കുട്ടിയോട് പിതാവിനും മാതാവിനും പ്രിയമുണ്ടാകും. അതുപോലെ സഹോദരന്മാർക്ക് പ്രിയമുണ്ടാകും, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിൽ സ്നേഹമുണ്ടാകും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമുണ്ടാകും. ഈ സ്നേഹങ്ങളെല്ലാം അങ്ങേയറ്റം പ്രകൃതിപരമായി തന്നെ ഉള്ളതാണ്. എങ്കിൽ ഈ സാധനത്തെക്കാൾ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയമുണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതും പ്രകൃതിപരമായി തന്നെ നിങ്ങൾക്ക് പ്രിയമുണ്ടാകണം എന്നാണ്. നിങ്ങൾ പ്രകൃതിയിൽ തന്നെ വരണം. ഒരാൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം, ഞങ്ങൾ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രിയാവില്ല. അത് വാക്കുകൊണ്ട് പറയുന്നു എന്നല്ലാതെ പ്രിയം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞങ്ങള് ഉസ്താദുമാരെ ശിഷ്യന്മാര് പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെ ഹൃദയത്തിൽ ഈ ഉസ്താദുമാരോടുള്ള സ്നേഹം അത് കടന്നുകൂടുക, അതിനാണ് പ്രിയം എന്ന് പറയുന്നത്. വാക്കുകൊണ്ട് ഇന്നി യുഹിബ്ബുക്കും, ഞങ്ങൾ നിങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആയില്ല. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നത് കൊണ്ട് മാത്രം ആയില്ല. അവർ പറയുന്ന വാക്ക് കേട്ടത് കൊണ്ടും ആയില്ല.
പറയുന്നതൊക്കെ സ്വീകരിച്ചു, അതുകൊണ്ട് മഹബത്തുണ്ടായിന്ന് വരില്ല. ഒരു ഉസ്താദ് പറയുന്നത് മുഴുവനും ശിഷ്യൻ സ്വീകരിച്ചു, അക്ഷരം പ്രതി സ്വീകരിച്ചു, അതുകൊണ്ട് ഉസ്താദിനോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. സ്നേഹം അത് ഹൃദയാന്തർഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന പ്രകൃതിപരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രകൃതിയിൽ തന്നെ മനുഷ്യന് സ്നേഹമുണ്ടാകണം, മനുഷ്യന് പ്രിയമുണ്ടാകണം. പക്ഷേ ഒരു കാര്യം, പ്രകൃതിയായി ഒരു സംഭവത്തെ സംബന്ധിച്ച് പ്രിയം വെക്കണമെങ്കിൽ ആ സംഭവത്തെ മനസ്സിലാക്കണം, പഠിക്കണം. ഒരു സാധനത്തെ പ്രിയം വെക്കണമെങ്കിൽ അത് പഠിക്കണം. കട്ടിയുള്ള രോമത്തിന്റെ വസ്ത്രം തണുപ്പുള്ള മനുഷ്യന് പ്രകൃതിയായി പ്രിയമാണ്, പുതക്കാൻ പ്രിയമാണ് എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം പുതച്ചാൽ എൻ്റെ തണുപ്പിന് ശമനമുണ്ടാകുമെന്ന് നേരത്തെ പഠിക്കാതെ പ്രകൃതിയിൽ ഉണ്ടാകുമെന്ന് അതിന് അർത്ഥമില്ല. കട്ടിയുള്ള കമ്പിളി പുതച്ചാൽ എൻ്റെ തണുപ്പിന് ശമനമുണ്ടാകുമെന്ന് പഠിച്ചതുകൊണ്ട് തണുപ്പ് വരുമ്പോൾ ഇവൻ പ്രിയം വെക്കുന്നത് ഈ കട്ടിയുള്ള ചൂടുള്ള വസ്ത്രം ആണ്. ഇതവന്റെ പ്രകൃതിയാണ്. പ്രകൃതി ആയതുകൊണ്ട് അതിൻ്റെ മുമ്പ് ആ സാധനത്തെ സംബന്ധിച്ച് പഠിക്കേണ്ടതില്ല എന്ന് ധരിക്കുന്നത് ശരിയല്ല. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് പ്രകൃതിയായ പ്രിയം ഉണ്ടാകണം. ആ പ്രിയം ഉണ്ടാകുന്നത് ശർഈയായ പ്രിയമായി, മഹബത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ പ്രകൃതിയായി ചിലപ്പോൾ നല്ലതല്ലാത്ത വസ്തുവിനോടും ഒരാൾക്ക് പ്രിയമുണ്ടായി എന്ന് വരാം. മഹബത്ത് നല്ല വിധത്തിലല്ലാതെയും ആവാം. അതുകൊണ്ട് നമ്മുടെ ഈ പ്രകൃതിയായ മഹബത്ത്, പ്രകൃതിയായ പ്രിയം അത് ശർഈയായ മഹബത്ത് കൂടിയായി പരിഗണിക്കപ്പെടുകയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന മഹബത്ത് ആകണം എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നാം ശരിയായ നിലക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും മഹാന്മാരായ സ്വാലിഹീങ്ങളും പഠിപ്പിച്ചു തന്നതനുസരിച്ച് പഠിക്കണം, ഗ്രഹിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിനോട് നമുക്ക് പ്രകൃതിയായ പ്രിയം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ മുഅ്മിൻ അല്ല, ഞാൻ അവന് പ്രിയപ്പെട്ടത് ആകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ, അവന്റെ ആത്മമിത്രങ്ങളെക്കാൾ, അവന്റെ സ്നേഹിതന്മാരെക്കാൾ എന്നല്ല അഖില ലോക ചരാചരങ്ങൾ മുഴുക്കെ പരിശോധിച്ചാലും ഇത് മുഴുവൻ സാധനത്തെക്കാളും ഞാൻ അവന് എപ്പോൾ പ്രിയപ്പെട്ടവൻ ആകുന്നുവോ അപ്പോൾ മാത്രമാണ് അവന്റെ ഈമാൻ ശരിയാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ രുചി അവൻ ആസ്വദിച്ചു കഴിഞ്ഞു. ഈമാനിന്റെ രുചി, അതിന്റെ രസം അവൻ ആസ്വദിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത് മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹു തആലയും അവന്റെ റസൂലും അവന് ഇഷ്ടപ്പെട്ടതായി മിമ്മാ സിവാഹുമാ, അത് രണ്ടുമല്ലാത്ത എല്ലാ വിഷയത്തെക്കാളും അവന് ഇഷ്ടപ്പെട്ടതായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അധികം ഇഷ്ടം, ഏറ്റവും അധികം പ്രിയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു. അത് അഖ്ലിയും നഖ്ലിയുമായ തെളിവുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതും ആണ്. അഖ്ലിയും നഖ്ലിയുമായ തെളിവുകൾ കൊണ്ട് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ മഹബത്തിനെ വിവരിക്കുകയുണ്ടായി.
മഹബത്തിനെ വിവരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ അസ്ബാബുകളെ വിഭജിച്ചുകൊണ്ട് വിവിധ തരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി. ചിലർ പറഞ്ഞു യന്തസിബുൽ മഹബ്ബത്തു ഇലൽ ജമാലി വൽ കമാലി വൻ നവാൽ, ഇലൽ ജമാലി വൽ കമാലി വൻ നവാൽ. മറ്റു ചിലർ പറഞ്ഞു അൽ കമാലു വൽ ജമാലു വൽ ഇഹ്സാനു വൽ ഖറാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് മഹബ്ബത്തിനുള്ള കാരണങ്ങളെ സംബന്ധിച്ചാണ് നാം ഇവിടെ പറയുന്നത്. ഒരു വസ്തുവിനെ നാം പ്രിയം വെക്കുന്നത് ഒരു പക്ഷേ അതിന്റെ കമാൽ പരിഗണിച്ചുകൊണ്ടാണ്. കമാൽ പരിപൂർണത, പരിപൂർണത പരിഗണിച്ചുകൊണ്ട് നാം പ്രിയം വെക്കും. ഒരു രാജാവിനെ, രാജ്യം ഭരിക്കുന്ന ഒരു ഉയർന്ന രാജാവിനെ ഒരാൾ പ്രിയം വെക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭംഗിയോ അദ്ദേഹത്തിന്റെ പണമോ അദ്ദേഹത്തിന്റെ തറവാടോ ഇതൊന്നും നോക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കമാൽ, അദ്ദേഹത്തിലുള്ള പരിപൂർണത ഇത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നാം പ്രിയം വെക്കുന്നത്. അങ്ങനെ കമാൽ, പരിപൂർണത, ഈ കാരണത്താൽ പ്രിയമുണ്ട്. ഇത് വളരെ വിശദമായി പറയാനുണ്ട്. എന്നാൽ പരിപൂർണത എന്ന് പറയുമ്പോൾ ആദ്യമായി ഒരു വസ്തുവിന്റെ കമാല്, എല്ലാ വിഷയത്തെക്കാളും കമാൽ ഒരു മനുഷ്യന്റെ കമാൽ, വസ്തുവിന്റെ അല്ല. ഒരു മനുഷ്യന്റെ കമാൽ അവന്റെ അഖ്ലിനെ ആസ്പദമാക്കിയാണ്. രണ്ടാമതായി അവന്റെ ഇൽമ് ആസ്പദമാക്കിയാണ്. എന്നാൽ ഒന്നാമതായി പറഞ്ഞ അഖ്ല്, ഹൃദയത്തിന്റെ വിശാലത, ഹൃദയത്തിന്റെ വീതി, ഹൃദയത്തിന്റെ ആഴം, ഹൃദയത്തിന്റെ ശക്തി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഈ ലോകത്ത് മറ്റൊരു വ്യക്തിക്കും അല്ലാഹു നൽകിയിട്ടില്ല. عن أنس رضي الله عنه قال ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅഖല الناس വഅഫഹമഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അഅഖലും ഏറ്റവും വലിയ അഫ്ഹമും ആയിരുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, നിരവധി സഹാബാക്കളെ തൊട്ട് ഇൽമു പഠിച്ച സഹാബിയായ വഹ്ബ് ഇബ്നു മുനബ്ബിഹ് എന്ന താബിഈ, നിരവധി സഹാബാക്കളെ തൊട്ട് ഹദീസ് പഠിച്ച ഈ പ്രസിദ്ധ താബിഈ, അദ്ദേഹത്തെ തൊട്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റ് അനേകം ഹദീസിന്റെ പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ താബിഈ പറയുന്നു, ഖറഅതു ഫീ അഹദിൻ വസബ്ഈന കിതാബ ഐ മിനൽ കുതുബിസ് സാബിഖ ഫവജദ്തു ഫീ ജമീഇഹാ അന്ന അല്ലാഹ തആല ലം യുഅതി ജമീഅൻ നാസി മിൻ ബദ്ഇ ദുനിയ ഇല ഇൻഖിദാഇഹാ മിനൽ അഖ്ലി
ഫീ ജംബി അഖ്ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ കഹബ്ബത്തി റംലിൻ മിൻ ജമീഇ റിമാലിദ് ദുനിയാ വഅന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർജഹുൻ നാസി അഖ്ലൻ വഅഫ്ദലുഹും റഅയാ. ഇത് ഇമാം സുർഖാനി മവാഹിബുൽ ലദുന്നിയുടെ ശറഹിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. എന്നാണ് ഇതിന്റെ അർത്ഥം. 71 കിതാബ്, പഴയ കിതാബുകൾ, കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചു നോക്കി. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആൾ ആയിരുന്നു എന്ന് അതിൽ വിവരിച്ചതായിട്ടാണ്. മാത്രമല്ല, ദുനിയാവിലുള്ള മുഴുവൻ മണൽത്തരികളെയും അപേക്ഷിച്ച് ഒരു മണൽത്തരി, ഒറ്റ മണൽത്തരി, ആ മണൽത്തരിയുടെ അത്ര അഖ്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മുഴുവൻ ആളുകൾക്ക് കൂടി കൊടുക്കപ്പെട്ടത്. അല്ലാഹു തആല ലോകത്ത് എത്ര മണൽത്തരി പഠിച്ചിട്ടുണ്ട്? ആ മണൽത്തരിയിൽ നിന്ന് ഒരൊറ്റ മണൽത്തരിയുടെ അത്രയാണ് അല്ലാഹു മുഴുവൻ നബിയാക്കൾക്കും കൂടി കൊടുക്കപ്പെട്ട അഖ്ല്. ബാക്കി മിൻ ബദ്ഇ ദുനിയാ ഇലാ ഇൻഖിദാഇഹാ, ദുനിയാവ് തുടങ്ങിയത് മുതൽ ദുനിയാവ് അവസാനിക്കുന്നത് വരെ ഉള്ള മണൽത്തരി ഒട്ടാകെ നോക്കിയാൽ ഒരു മണൽത്തരി ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ മണൽത്തരികളോടും തുല്യമായ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ല് ആയിരുന്നു എന്ന് മഹാനായ വഹ്ബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് ഇമാം സുർഖാനി ഉദ്ധരിച്ചതോ വഹ്ബ് ഇബ്നു മുനബ്ബിഹ് പറഞ്ഞതോ അവരെ സ്വന്തം വക അല്ല. വിശുദ്ധ ഖുർആൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു. അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റബ്ബി ഇശ്റഹ് ലീ സദ്രി, എനിക്ക് എന്റെ ഹൃദയത്തിന്റെ വിശാലതയും ബുദ്ധിയും അഖ്ലും വർദ്ധിപ്പിച്ച് തരേണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ തന്നെ അള്ളാഹു ചോദിക്കുകയാണ്, അലം നശ്റഹ് ലക സദ്റക, ഓ മുഹമ്മദ് നബിയെ, അങ്ങയുടെ ഹൃദയം തങ്ങൾക്ക് ഞാൻ വിശാലമാക്കി തന്നു കഴിഞ്ഞില്ലയോ? ചോദിക്കാതെ, എനിക്ക് വിശാലമാക്കി തരണമെന്ന് പറയാതെ അള്ളാഹു എങ്ങോട്ട് ചോദിക്കുന്നു? അത് തന്നെ ശറഹ്തു ലക സദ്റക എന്നല്ല പറയുന്നത്, അലം നശ്റഹ് ലക സദ്റക, ഓ നബിയെ, അങ്ങയുടെ ഹൃദയം ഞാൻ അങ്ങക്ക് വിശാലമാക്കി, അങ്ങക്ക് വിസ്തൃതമാക്കി, വളരെ ആഴമുള്ളതും പരപ്പുള്ളതും വളരെ ഗഹനമായ ബുദ്ധിയുള്ളതും ആയ ഹൃദയമാക്കി തന്നില്ലയോ എന്ന്. അപ്പൊ ഹൃദയത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒന്നാമതായി ബുദ്ധിയും രണ്ടാമത്തത് അറിവും ആണ്. ബുദ്ധിയില്ലാതെ അറിവുണ്ടാവില്ല. ഹൃദയത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ കുറെ അറിവുകൾ കൊടുത്തു, ബുദ്ധിയൊന്നുമില്ല, അഖ്ലില്ല എന്ന് പറയാനൊക്കില്ല. അഖ്ലില്ലാതെ ബുദ്ധിയില്ലാതെ ഒരാൾക്ക് അറിവുണ്ടാക്കാൻ സാധ്യമേ അല്ല, അറിവ് സമ്പാദിക്കുകയും ഇല്ല. അതുകൊണ്ട് തന്നെ അലം നശ്റഹ് ലക സദ്റക എന്ന ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിനെ, അഖ്ലിനെ സംബന്ധിച്ച് വിളിച്ചോതുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ അഖലായിരുന്നു, ഏറ്റവും വലിയ അഫഹമായിരുന്നു, ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ ആയിരുന്നു എന്ന് ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മഹാന്മാരായ മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചിട്ടും ഉണ്ട്. അതുപോലെ മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, നിസ്സംശയം ഓ നബിയെ, അങ്ങക്ക് നാം വ്യക്തമായ
ഫത്ഹ് നൽകിയിരിക്കുന്നു. ഇവിടെ മഹാന്മാരായ ഉലമാ വിവരിച്ചതായി കാണാം, ഫത്ഹൻ മുബീനൻ ഐ അൽ ഫുതുഹാത്തിൽ അഖ്ലിയ്യത വന്നഖ്ലിയ്യത. അൽ ഫുതുഹാത്തിൽ അഖ്ലിയ്യത, അൽ ഫുതുഹാത്തി ദുന്യവിയ്യത വൽ ഉഖ്റവിയ്യത. അൽ ഫുതുഹാത്തി അദ്ദുന്യവിയ്യത വൽ ഉഖ്റവിയ്യത. ഉഖ്റവിയായ ഫുതുഹാത്ത്, ഭൗതിക ലോകത്തെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും എല്ലാ മഹത്വങ്ങളും എല്ലാ നന്മയും, അതുപോലെ ഉഖ്റവിയായ എല്ലാ നന്മയും എല്ലാ വിശാലതയും എല്ലാ പുരോഗതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ അസന്നിഗ്ധമായി താക്കീത് ചെയ്തുകൊണ്ട് ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന് ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു.